മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പുണ്യപ്പെട്ട തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആദ്യമേ ആശംസിക്കുകയാണ്. ഓരോ തിരുനാളും വലിയൊരു സന്ദേശവുമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. വിശുദ്ധരെല്ലാവരും വഴിവിളക്കുകളാണ്. സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ വഴിവിളക്കുകൾ. ആ പ്രകാശത്തിലൂടെ വേണം നമ്മൾ സ്വർഗയാത്ര ചെയ്യുവാൻ. വിശുദ്ധ ഗീവർഗീസ് സഹദ, സെയിൻറ്റ് ജോർജ്, ഏഷ്യ മൈനറിൽ കപ്പദോച്ചിയായിൽ ജനിച്ച് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കഴുത്തറക്കപ്പെട്ട് മരിച്ച ധീരനായ രക്തസാക്ഷി. AD 303 വിശുദ്ധൻ മരണപ്പെട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, ധീരനായ രക്തസാക്ഷിയായ വിശുദ്ധ ഗീവർഗീസ് നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? ഒരു പടയാളിയുടെ ആ വലിയ ദൗത്യം അദ്ദേഹം നിർവഹിച്ചു. സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ ചക്രവർത്തിയുടെ വലിയ സേനാധിപനായിട്ടൊക്കെ അദ്ദേഹം മാറി. എങ്കിലും ഈശോയുടെ സേനാധിപനാകാനായിട്ടാണ് അദ്ദേഹം കൂടുതൽ തയ്യാറായത്. ഈശോയുടെ ആ ചൈതന്യത്തിൽ വളരാൻ ധീരനായ ഗീവർഗീസ് തീരുമാനിക്കുകയായിരുന്നു. ഈശോയെ സാക്ഷ്യം വഹിക്കാൻ, ഈശോയെ പിന്തുടരുവാൻ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പറഞ്ഞ പൗലോസ് അപ്പസ്തോലൻ്റെ അതേ ചൈതന്യത്തോടെ ജീവിക്കാൻ വിശുദ്ധ ഗീവർഗീസ് തീരുമാനിച്ചു. അംഗരക്ഷകരെ ഇത് ചക്രവർത്തിയോട് പറഞ്ഞു. ഈശോയെയാണ് ആൾ ആരാധിക്കുന്നത്. അപ്പോൾ ചക്രവർത്തി വിശുദ്ധനെ വിളിച്ചു. ആ വിശുദ്ധൻ അവിടെ സാക്ഷ്യം നൽകുകയായിരുന്നു. എനിക്ക് ചക്രവർത്തിയേക്കാൾ ഈശോയാണ് പ്രധാനപ്പെട്ടത്. ഈശോയുടെ വിശ്വാസത്തിൽ ഞാൻ ജീവിക്കും, അതോടൊപ്പം സൈന്യത്തിൽ ഞാൻ നിലനിൽക്കുകയും ചെയ്യും. സാധ്യമല്ലെന്ന് ചക്രവർത്തി പറഞ്ഞു. ഈ വിശ്വാസം ഉപേക്ഷിച്ചാൽ ഉയർന്ന പദവികൾ വെച്ച് നീട്ടുകയായിരുന്നു ചക്രവർത്തി ചെയ്തത്. തയ്യാറാകാതിരുന്ന വിശുദ്ധനെ കഴുത്തറുത്ത് കൊല്ലുകയാണ് ചെയ്തത്. നമ്മളെപ്പോഴും ഈ വിശുദ്ധനെ കാണുമ്പോൾ ധീരനായൊരു പടയാളിയുടെ ആ ഭാവത്തിൽ ഒരു വലിയ സർപ്പത്തെ കുത്തിമലർത്തുന്ന ആ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ലിബിയ രാജ്ഞിയെ വലിയൊരു സർപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഒരു കഥയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഓരോരുത്തരെയും കൊന്നൊടുക്കുന്ന ഈ സർപ്പം, ഉഗ്രസർപ്പം, ഓരോ ദിവസവും ഓരോരുത്തരെ അതിന് ഭക്ഷണമായി തീരണം. ലിബിയ രാജ്ഞിക്ക് കിട്ടിയ ദിവസത്തിലാണ് ആ വിശുദ്ധൻ ആ പ്രദേശത്തേക്ക് എത്തുന്നത്. വിശുദ്ധൻ അവിടെ എത്തുകയും ലിബിയ രാജ്ഞി മരണത്തെ കാതോർത്ത് നിൽക്കുന്ന സമയത്ത് ഈ ഉഗ്രസർപ്പം രാജ്ഞിയെ കൊല്ലുവാനായിട്ട് കടന്നു വരുന്ന സമയത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ കുന്തം കൊണ്ട് ആ സർപ്പത്തെ കുത്തിമലർത്തുകയാണ്. ലിബിയ രാജ്ഞിയെ അങ്ങനെ രക്ഷപ്പെടുത്തി. ഇതാണ് പലപ്പോഴും നമ്മൾ ദേവാലയങ്ങളിൽ കാണുന്ന വിശുദ്ധൻ്റെ ചിത്രം. ഇതൊരു പ്രതീകമാണ്.
വലിയൊരു പടയാളി സർപ്പത്തെ കുത്തിമലർത്തുന്നു. ഇതാണ് എപ്പോഴും വിശുദ്ധ ഗീവർഗീസ് നൽകുന്ന ചിന്ത. ഇത് ശരിക്കും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. ഒരു ക്രിസ്ത്യാനി വിശുദ്ധ ഗീവർഗീസിനെ പോലെ ഒരു പടയാളിയാണ്. അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്. ആധ്യാത്മിക സമരത്തെക്കുറിച്ച് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ ആധ്യാത്മിക സമരത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്ലീഹ പറയുന്നതാണ്. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. എത്രയോ മനോഹരമായ ദർശനമാണ് പൗലോസ്ലീഹ നൽകുന്നത്. അത് തന്നെയാണ് ഗീവർഗീസിൻ്റെ ആ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഒരു പടയാളിയായിരിക്കണം വിശ്വാസി. നാരകീയ സർപ്പത്തെ കുത്തിമലർത്തുന്ന, ഓരോ ആധ്യാത്മിക വളർച്ചയ്ക്ക് എതിരായി നിൽക്കുന്ന ഓരോ തെറ്റായ ചിന്തകളെയും കുത്തിമലർത്താനായിട്ട് നമുക്ക് ദൈവവചനം നമ്മുടെ കയ്യിലുണ്ടാകണം. ഈശോ അതാണ് ചെയ്തത്. ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം, ഈശോ മരുഭൂമിയിലെ വചനം കൊണ്ട് തെറ്റായ ചിന്തകളെ, ഈ സാത്താൻ്റെ പരീക്ഷണങ്ങളെ എല്ലാം തകർക്കുന്നത് വചനം കൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ ഇത് വളരെ വ്യക്തമാണ്. നമ്മുടെ എപ്പോഴും സ്വാർത്ഥത നമ്മിലേക്ക് കടന്നു വരുമ്പോൾ വചനം കൊണ്ട് അത് തകർക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോ ആ മരുഭൂമിയിലെ പരീക്ഷണത്തിൽ മനുഷ്യർക്ക് സഹജമായ എല്ലാ സ്വാർത്ഥതയും അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഈശോയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്, ഈശോയെ പരീക്ഷിക്കുകയാണ്. അപ്പം ഇതാ വിശന്നു വലഞ്ഞിരിക്കുന്ന ഈശോ അപ്പം ഭക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പ്രലോഭകൻ അത് കാണിച്ചു കൊടുക്കുകയാണ്, സാധ്യതകൾ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെയാണ് ധീരതയോടെ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന് ഈശോ ധീരതയോടെ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ. വീണ്ടും സ്ഥാനമാനങ്ങൾ, പലപ്പോഴും മനുഷ്യൻ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ സ്വാർത്ഥതയിലേക്കും കടന്നു പോകുമ്പോൾ അവിടെയും ഈശോ പറയുന്നത് വചനമാണ്. വചനം കൊണ്ടാണ് നേരിടുന്നത്. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ തിരുവചനമാണത്. വീണ്ടും സമ്പത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് പലപ്പോഴും തകർച്ചകൾ സംഭവിക്കാറുണ്ട്. അവിടെ വചനം കൊണ്ട് ധീരതയോടെ നിലനിൽക്കാൻ സാധിക്കണമെന്ന് ഈശോ തൻ്റെ പരീക്ഷണത്തിലൂടെ തെളിയിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 13-ഉം 14-ഉം തിരുവചനങ്ങളിൽ കൂടെ യേശു പറയുകയാണ്, വചനത്തിലൂടെ തന്നെയാണ് പറയുന്നത്, സാത്താനെ ദൂരെ പോകുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. വചനം ശരിക്കും ഒരു കുന്തമാണ്. വിശുദ്ധ ഗീവർഗീസ് സഹദ ആ വ്യാഘ്രത്തെ, ആ ഉഗ്ര സർപ്പത്തെ കുത്തിമലർത്തിയതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലെ നമ്മൾ എപ്പോഴും
ഇങ്ങനെയുള്ള നിഷേധാത്മകമായ ചിന്തകളെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന, ആധ്യാത്മിക ജീവിതത്തെ തകർക്കുന്ന, നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഇങ്ങനെയുള്ള നിഷേധാത്മക ചിന്തകളെ വചനം കൊണ്ട് നമുക്ക് കുത്തിമലർത്താൻ സാധിക്കണം. ദൈവവചനമാകുന്ന വാളും കുന്തവുമെല്ലാം തകർക്കാൻ, നശിപ്പിക്കാൻ, അന്ധകാര ശക്തികളെ നശിപ്പിക്കാനുള്ള ആ ഒരു നിർവചനമായിട്ട് നമുക്ക് കണക്കാക്കാം. വീണ്ടും നമ്മുടെ അനുദിന ജീവിതത്തിലെ ഈ കുന്തവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്ന 3 നിഷേധാത്മക ചിന്തകളിൽ ഒന്നാണ് വെറുപ്പ്. ഈ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാളിലെ നമ്മൾ എന്തിനെയൊക്കെയാണ് കുത്തിമലർത്തേണ്ടത് എന്ന് ചിന്തിക്കുന്നത് എത്രയും നല്ലതാണ്. വെറുപ്പ് ഒരു മനുഷ്യനെ പലപ്പോഴും തകർച്ചയിലേക്കാണ് നയിക്കുക. വെറുപ്പ് പലപ്പോഴും ഒരു മാരക വിഷത്തിൻ്റെ ഇഫക്റ്റാണ് മനുഷ്യന് നൽകുക. കണ്ണിൽ ചെറിയ കരട് പോയാൽ പോലും കണ്ണിന് അസ്വസ്ഥതയുണ്ടാവും. കണ്ണിന് മാത്രമല്ല, ശരീരം മുഴുവൻ അസ്വസ്ഥതപ്പെടും. വെറുപ്പിൻ്റെ ഒരു ചെറിയ അംശം പോലും നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ നമ്മൾ അസ്വസ്ഥരാകും. അവിടെയാണ് വചനത്തിൻ്റെ ശക്തി. ഈശോ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ആ കുരിശിൽ കിടന്നുകൊണ്ട് ശരിക്കും വെറുപ്പിനെയെല്ലാം നശിപ്പിക്കുകയാണ്. കുത്തിമലർത്തി പാവം സിസ്റ്റർ റാണി മരിയെ സമുന്ദർ സിംഗ് 25,000 രൂപയ്ക്ക് വേണ്ടി ജീവൻ സിംഗ് ഇവനെ വാടകയ്ക്കെടുത്തു. കുത്തിമലർത്തി 1995 ഫെബ്രുവരി 25 അവൻ പിടിക്കപ്പെട്ടു. ഇൻഡോർ ജയിലിൽ കിടക്കുമ്പോൾ 7 വർഷത്തിന് ശേഷം 2002 സിസ്റ്റർ സെൽമി, റാണി മരിയുടെ അനുജത്തി, തൻ്റെ ചേച്ചിയെ കുത്തിമലർത്തിയവൻ്റെ കൈകളിൽ രാഖി കെട്ടി. നീ എൻ്റെ സഹോദരനാണ് എന്ന് പറയുന്ന ചിഹ്നമായ രാഖി. അതെ, 2003 സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ മരണവാർഷികത്തിൻ്റെ തലേദിവസം സിസ്റ്റർ റാണി മരിയുടെ അമ്മ ഏലീശ്വ ഇൻഡോർ ജയിലിലേക്ക് പോയി തൻ്റെ മകളെ നിഷ്കരുണം 61 കുത്തുകൾ കുത്തി കൊലപ്പെടുത്തിയ സമുന്ദർ സിംഗിൻ്റെ കൈകളെടുത്ത് ചുംബിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ മകനാണ് എന്ന്. കഴിഞ്ഞില്ല. 14 വർഷം ജീവപര്യന്തത്തിന് തടവിലാക്കപ്പെട്ട സമുന്ദർ സിംഗിന് വേണ്ടി അമ്മയും അപ്പനും അതുപോലെ സഹോദരങ്ങളും എല്ലാം മധ്യപ്രദേശിലെ ഗവർണർക്കെഴുതി 2 വർഷം കുറവ് ലഭിച്ച് 2007 സമുന്ദർ സിംഗ് ഇൻഡോർ ജയിലിൽ നിന്ന് റിലീസായപ്പോൾ നേരെ പെരുമ്പാവൂരിനടുത്തുള്ള പുല്ലുവഴിയിലേക്കാണ് വന്നത്. അവിടെ മരിക്കാറായി കിടന്നിരുന്ന പൈലിച്ചേട്ടൻ, റാണി മരിയുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കാലുകളിലെ ചുംബിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുന്ന സമുന്ദർ സിംഗ്. അതെ, ഇതാണ് ക്ഷമയുടെ കുന്തം കൊണ്ട് വെറുപ്പിനെ മുഴുവൻ നാമാവശേഷമാക്കുന്ന വചനത്തിൻ്റെ ശക്തിയാണിത്. ഇത് തന്നെയാണ് വിശുദ്ധ ഗീവർഗീസ് സഹദ നമ്മോട് പറഞ്ഞു തരുന്നത്. പാമ്പിനെ പേടിച്ച് കോഴി നേരുന്ന അവസ്ഥയേക്കാൾ എത്രയോ ഉന്നതമാണ് ഈ ദർശനം. എത്രയോ ഉന്നതമാണ്. നമ്മുടെയൊക്കെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ രൂപങ്ങളുണ്ട്. ഇടപ്പള്ളി വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഗീവർഗീസ് സഹദായുടെ. പാമ്പിനെ കണ്ട് പേടിച്ചാൽ അപ്പോൾ നേർച്ച നേരുകയാണ് ഗീവർഗീസ് പുണ്യവാളൻ.
അതൊരു വലിയ ഭക്തിയാണ്. അതിൽ കുറേ സത്യവുമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഈ നമ്മൾ ഭയപ്പെട്ടു, അവിടെ വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് ഒരു സെയിൻറ്റ് ജോർജ് കണക്ഷൻ ലിങ്ക്, ആ വിശുദ്ധനോട് പ്രാർത്ഥിച്ചാൽ ഇതിൽ നിന്ന് മോചനം കിട്ടും. ഇതാണ് വലിയൊരു സത്യം. അതിനേക്കാൾ എത്രയോ പതിമടങ്ങ് വിശുദ്ധ ഗീവർഗീസ് ആഗ്രഹിക്കുന്നത് ഈ റാണി മരിയുടെ അമ്മ ചെയ്തതുപോലെ, അനുജത്തി ചെയ്തതുപോലെ ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കലാണ്. വീണ്ടും വേറെ വലിയൊരു അസ്വസ്ഥതയാണ്, മനുഷ്യരെ വേട്ടയാടപ്പെടുന്ന അസ്വസ്ഥതയാണ് സ്വാർത്ഥത. തനിക്ക് എന്ത് കിട്ടും, തനിക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്ന സ്വാർത്ഥതയ്ക്ക് ഈശോ കൊടുത്ത മറുപടിയാണ് കുരിശിൽ നിന്നുകൊണ്ട്, നീ ഇന്നെന്നോടുകൂടെ പർദീസായിലായിരിക്കും. അപരനെ കുറിച്ച് ചിന്തിക്കുന്ന മനസ്സ്, അതാണ് യഥാർത്ഥ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ അടയാളം. തന്നെക്കുറിച്ച് ചിന്തിക്കലല്ല, പിടഞ്ഞു മരിക്കുമ്പോഴും അപരനെക്കുറിച്ച്, അപരൻ്റെ വേദന നികത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഈശോ. ഇത് തന്നെയാണ് നമ്മുടെയും ജീവിതത്തിൽ ആവശ്യം. സ്വാർത്ഥത എന്ന ആ വലിയ സർപ്പം കടന്നു വരുമ്പോൾ, നമ്മളെ വേട്ടയാടുമ്പോൾ, നമുക്ക് നിസ്വാർത്ഥതയുടെ കുന്തം കൊണ്ട് വചനത്തിലൂടെ നിന്നെപ്പോലെ നിൻ്റെ സഹോദരനെ സ്നേഹിക്കുക എന്ന ആ വചനം സ്വന്തമാക്കിക്കൊണ്ട്, ആ വചനം കുന്തമായി ഉപയോഗിച്ച് സ്വാർത്ഥതയാകുന്ന സർപ്പത്തെ കുത്തി നശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എന്തുമാത്രം മനുഷ്യരാണ് നിസ്വാർത്ഥമായി തൻ്റെ ജീവിതം പങ്കുവയ്ക്കുന്നത്. ഒരു ഷിൻഡോ, അവനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഒരു തൊഴിലാളിയാണ്. അവൻ തൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന, തനിക്ക് ജോലി ചെയ്ത് കിട്ടുന്നതിൻ്റെ ദശാംശം മാറ്റിവെച്ച് തളർന്നു കിടക്കുന്നവരെ സഹായിക്കാനായിട്ട് തയ്യാറാവുകയാണ്. അവൻ്റെ കൂടെ കൂട്ടുചേരാനായിട്ട് 19 പേര്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? 48,000 രൂപ, 50,000 രൂപ ഒരു മാസം അവർ കളക്ട് ചെയ്ത് സ്വരൂപിച്ചിട്ട് 6 പേര് 7 പേർക്ക്, തളർന്നു കിടക്കുന്നവർക്ക് വീടുകളിലെത്തിക്കുന്നു. അവരുടെ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കി. കൊടുക്കുന്നതിലുള്ള സന്തോഷം ഏറ്റവും ശക്തമാണ്. വ്യക്തിത്വത്തിൻ്റെ നിറമാണത്. അതെ, നിസ്വാർത്ഥതയാകുന്ന ആ കുന്തം കൊണ്ട് സ്വാർത്ഥതയെ മാറ്റിയെടുക്കലാണ്. വീണ്ടും ഈശോയുടെ കുരിശും കുന്തവുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. ഈശോയുടെ കുരിശിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന്. ഉത്കണ്ഠയുടെ അവസ്ഥയിലെ വിശ്വാസത്തിൻ്റെ കുന്തം കൊണ്ട് കുത്താൻ, വിശ്വാസമാകുന്ന പരിച, വിശ്വാസമാകുന്ന കുന്തം കൊണ്ട് നമ്മൾ ഉത്കണ്ഠയെ, ജീവിതത്തിലെ അസ്വസ്ഥത, ഉത്കണ്ഠ എന്തുമാത്രം പേരെയാണ് രോഗികളാക്കുന്നത്. അത് വിശ്വാസം കൊണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന വിശുദ്ധൻ്റെ ആ ചൈതന്യവിശേഷം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ തിരുവചനത്തിലെ ആ വചനം നമ്മുടെ സ്വന്തമായി തീരണം. എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന ഒരു ചിന്ത തന്നെ മതി നമ്മൾ ഉത്കണ്ഠകളെല്ലാം പോയി സ്വസ്ഥതയിലേക്ക് കടന്നു വരാൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആ വിശുദ്ധൻ പറഞ്ഞു തരുന്ന മനോഹരമായ ചിന്ത, ഓരോ വിശുദ്ധരും നമുക്ക് നൽകുന്ന ആത്മീയ ചിന്തകൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് തിരുനാളുകൾ. നമുക്ക് വിശുദ്ധനിൽ നിന്ന് ഈ ചൈതന്യം സ്വീകരിക്കാം. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിൽ വിശുദ്ധനെ പോലെ
വചനം കൊണ്ട് ജീവിക്കാൻ, വചനാധിഷ്ഠിതമായ ജീവിതം കൊണ്ട് നിറയാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, വിശ്വാസ ദൃഢതയിൽ വളരാൻ നമുക്ക് സാധിക്കട്ടെ. പ്രത്യേകമായി ഈ അവസരത്തിൽ ജോർജ് നാമധാരികൾ, വർഗീസ് നാമധാരികൾ, അവരുടെ എല്ലാവരുടെയും പുണ്യപ്പെട്ട തിരുനാളാണിന്ന്. അവർക്കെല്ലാവർക്കും പ്രത്യേകമായ വിധത്തിൽ ഈ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നതോടൊപ്പം എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വചനത്തിൻ്റെ ശക്തിയോടുകൂടി ഈ തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്